ഈ MDMA എന്ന് പറയുന്ന സാധനം മെത്തലിക് ഡയോക്സി മെത്ത ആംഫിറ്റാമിൻ എന്ന് പറയുന്ന ലഹരി പദാർത്ഥമാണ്. പണ്ട് ചൈനയിൽ ചൈന മംഗോളിയ എന്നീ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച സാധനമാണ് എഫ്രൈഡ സിനിക്ക എന്ന് പറയുന്ന ഒരു കെമിക്കലിൽ നിന്ന് ചെടിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചത്. ഈ എഫ്രഡിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉൽപ്പാദിപ്പിച്ചത്. അത് വൻതോതിൽ ഈ കായിക താരങ്ങൾ ഉപയോഗിച്ചപ്പോഴത്തേക്ക് അത് അവർ അവിടെ ബാൻ ചെയ്തു. അവർ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പല രോഗങ്ങളുടെയും ഏറ്റവും നല്ല മരുന്നായിട്ട് ഇന്നും അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് മൊത്തം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ 1-2 രാസസംയുക്തങ്ങൾ ലയിപ്പിച്ചുണ്ടാക്കിയ ഒരു പൊടിയാണ് നമ്മുടെ നാട്ടിലോട്ട്, ഈ ലഹരിയാണ് നമ്മുടെ നാട്ടിലോട്ട് എത്തിക്കുന്നത്. അത് എത്തുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബാംഗ്ലൂർ ഒക്കെ ആയിരുന്നു, 2 ഞാൻ നേരത്തെ കോസ്റ്റൽ ഏരിയ വഴി എത്തുന്നുണ്ട്, 3 എയർപോർട്ട് വഴി നമ്മുടെ നാട്ടിലോട്ട് എത്തുന്നുണ്ട്. അപ്പം നമുക്ക് തടയണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ലളിതമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ രൂപത്തിലിരിക്കുകയാണ്. മണമില്ല, രുചിയില്ല, യാതൊരു വ്യത്യാസവും ഇല്ല. ഇതിന് വെറും പൊടി പോലെ ഇരിക്കുകയാണ്, വെറും പൊടി. അങ്ങനത്തെ ചെറിയ 0.6 mg മാത്രം മതി ഒരാളെ പൂർണ്ണമായിട്ടും അഡിക്റ്റ് ആക്കാനായിട്ട്. 20 ഗ്രാം കൊട്ടാര പോലീസ് പിടിച്ചായിരുന്നു. അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് അറിയാമല്ലോ എന്തോ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. കഞ്ചാവ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ വലിയ ഇത് വേണം, കിലോകൾ വേണം. എന്നാൽ ഇത് 20 ഗ്രാം വരെ വന്നപ്പോഴത്തേക്ക് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയി. അപ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2500-3000 രൂപയാണ് ഇതിൻ്റെ വില. ഈ ഒരു ഗ്രാം, 2 ഗ്രാം, 3 ഗ്രാം എന്ന് പറഞ്ഞ സാധനത്തിന് വിലയെന്ന് പറഞ്ഞാൽ വൻ വിലയാണ്. എങ്ങനെ നമ്മുടെ കുട്ടികൾ ഇതിനകത്ത് ഉപയോഗിച്ച് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, സാധാരണഗതിയിൽ നമ്മുടെ സമപ്രായക്കാരായ കുട്ടികൾ ഉണ്ടാകുന്ന പ്രേരണയിൽ നിന്നാണ് കുട്ടികൾ പ്രധാനമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നത്. യാതൊരു സംശയമില്ല. ഏതൊരു ലഹരി കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. സമപ്രായക്കാർ എന്താ അവർ പറയും, കൊള്ളാടാ മക്കളെ, സൂപ്പറാണ്, നല്ല പഠിത്തത്തിൽ നല്ല കോൺസെൻട്രേഷനൊക്കെ കിട്ടും, നല്ല എനർജറ്റിക്കായിട്ട് നടക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രേരണ നടത്തും. നേരത്തെ ഞാൻ പറഞ്ഞ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഒരു ഫ്രീഡം വേണം അവർക്ക്. ആ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഇവരിത് ഉപയോഗിക്കും. വലിയ ആളായെന്ന് കാണിക്കാൻ വേണ്ടി ഇവരിത് ഉപയോഗിക്കും. ഇത് നമ്മൾ പണ്ട് കാലത്ത് പറയായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയായിരുന്നു, എടാ പിന്നെ സിഗരറ്റ് വലിക്കരുത് അങ്ങനെയൊക്കെയുള്ള കാര്യം പറയുന്നത്, അഡിക്റ്റായി പോകും, ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ അഡിക്റ്റായി പോകുമെന്ന് പറയും. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ കള്ളം പറയല്ല, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് കള്ളും കുടിച്ചിട്ടുണ്ട്, സിഗരറ്റ് വെച്ചു. ഇത് എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ എടുത്ത് കളയുകയും ചെയ്തതാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് വേണ്ടാന്ന് വെച്ചപ്പോൾ എടുത്ത് കളയാനും പറ്റി എനിക്ക്. അത് എന്നെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നും അങ്ങനെ എത്ര കുടുംബങ്ങൾ നശിക്കുന്നുണ്ടെന്നും കൃത്യമായ ബോധ്യം വന്നപ്പോൾ ഞാനത് വേണ്ട മാറിയിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ മാറി നിൽക്കുന്ന ആളല്ല ഈ മെത്തലിക് ഡയോക്സി മെത്ത ആംഫിറ്റാമിൻ എന്ന് പറയുന്ന ലഹരി പദാർത്ഥം. വളരെ മാരകമായ ലഹരി പദാർത്ഥങ്ങളിലെ കാളകൂട വിഷം എന്നാണ് ഈ ലഹരി അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ മണമില്ല, രുചിയില്ല, ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ പൂർണ്ണമായിട്ടും അതിനായിട്ട് അഡിക്റ്റായി പോകും, യാതൊരു സംശയവുമില്ല. അത് നിങ്ങൾ അത് എവിടെ പോയിട്ട് നോക്കിയിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4-5 മണിക്കൂറുകൾക്ക് അടിപൊളിയായിട്ട് ഭയങ്കര എനർജി ആയി നിൽക്കും, സന്തോഷമൊക്കെ കിട്ടും. സന്തോഷം വരുന്ന ഹോർമോണുകൾ വരും. സന്തോഷം വരുന്ന ഹോർമോണുകളുണ്ട്. ആ ഹോർമോണുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പം നമ്മൾ എനർജറ്റിക് ആയിട്ട് നിൽക്കും. നമ്മൾ എരും പോലെ ഇങ്ങനെ കടക്കുന്നതിന് നമുക്ക് തോന്നും, ഹാലൂസിനേഷൻസ് ഉണ്ടാവും. അത് അങ്ങനെ പോവും. പക്ഷേ രണ്ടാമത് നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ. ഇപ്പോൾ ആദ്യമേ ഒരു കുട്ടി ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം ഒരു കൂട്ടുകാരൻ അവന് സൗജന്യമായിട്ട് കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. കൂട്ടുകാരാണ്, സമപ്രായക്കാരാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. പിന്നെ കുട്ടികളുടെ സൗഹൃദം എങ്ങനെയുള്ളതാണെങ്കിൽ സമപ്രായക്കാരല്ലാത്ത സൗഹൃദങ്ങളുള്ള കുട്ടികളെയും ശ്രദ്ധിക്കണം. സമപ്രായക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഇവൻ്റെ കൂട്ടുകെട്ട് എങ്ങനെയുള്ള സമപ്രായക്കാരല്ല വലിയ കുട്ടികളോടാണ് ഇവ കൂട്ടുകൂടുന്നെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ആദ്യമേ ഇവനെടുത്ത് പറയും, ഒരു പ്രാവശ്യം കൊടുക്കും, ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. രണ്ടാമത് അത് കൊടുക്കും. രണ്ടാമത് വേണം അവന്, കിട്ടിയേ പറ്റൂ, യാതൊരു സംശയം. അഡിക്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ 100%. ശരിയാണ്. അവൻ നേരെ വീണ്ടും ചെല്ലും, ഈ കൂട്ടുകാരൻ ചെല്ലും. അവൻ എന്ത് വേണം, ഇത് വേണമെന്ന് പറയും, പൈസ വേണമെന്ന് പറയും. ആദ്യം അവൻ എന്ത് ചെയ്യും, പൈസയ്ക്ക് എന്ത് ചെയ്യും, മോട്ടിക്കും. എവിടെ നിന്ന് മോട്ടിക്കും, വീട്ടിൽ നിന്ന് മോട്ടിക്കും. രണ്ടാമത് എന്ത് ചെയ്യും, രണ്ടാമതും പിന്നെ വേണം പൈസ. ഞാൻ നേരത്തെ 2500-3000 രൂപയാണ് 1 ഗ്രാം, 2 ഗ്രാം, 3 ഗ്രാം എന്നൊക്കെ പറയുന്ന സാധനത്തിനുള്ളത്. ആലോചിക്കണം. വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി. ക്വാണ്ടിറ്റിയെ ആ സാധനത്തെ നമുക്ക് അവനെ അഡിക്റ്റ് ആക്കാൻ പറ്റും. വളരെ ഡേഞ്ചറായിട്ടാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. പോലീസിനോ എക്സൈസിനോ ഇവിടെ നിന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ചു, ഇത്രയും ഈ നഖത്തിനിടയിരിക്കുന്ന സാധനം കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാനാണ് പോലീസ് എക്സൈസ്? അതാണ് പറയുന്നത്. അതാണ് ഗവൺമെൻറ്റും എല്ലാവരും ഒരു ഒറ്റ ഘട്ടമായിട്ട് പറയുന്നത്. എന്താണ്, പൊതുജന പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിപത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലാതെ ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ രാഷ്ട്രീയ രീതിയിലോ നല്ല രീതിയിലോ ഒരു രീതിയിലും ഇതിനെ അവഗണിക്കരുത്. പലരും പല രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്നവർ കാണും. എങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള ലഹരി മാഫിയക്കെതിരെ, ലഹരിയുടെ വ്യാപനത്തിനെതിരെ നമ്മൾ ഓരോ വ്യക്തികളും മുന്നിട്ടിറങ്ങിയേ പറ്റൂ. ഇല്ലേ നാളെ നമ്മുടെ വീട്ടിൽ തന്നെ വരും. പലർക്കും ഒരു വിചാരമുണ്ട്, നമ്മുടെ വീട്ടിൽ വരത്തില്ല, അവൻ്റെ വീട്ടിലല്ലേ വരുന്നത്, നമ്മുടെ വീട്ടിൽ വരത്തില്ല എന്ന് തോന്നലുണ്ടായിരിക്കും. ചുമ്മാതാകും. ഒരുപാട് താമസമില്ല.
ഒരുപാട് താമസമല്ല. ഞാൻ ആദ്യം കാലഘട്ടം എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറയുമ്പോഴത്തെ എല്ലാവർക്കും പുച്ഛമായിരുന്നു. ഇപ്പോൾ അത് എല്ലാവർക്കും ക്ലാസ് വേണം സാറേ, വരണം ക്ലാസ് എടുക്കണം സാറേ എന്താ പറയുന്നത്. ആദ്യം വേണ്ട, ക്ലാസ്സൊന്നും വേണ്ട, അറിയണ്ട, കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ മക്കളൊന്നും ചെയ്തില്ല സാറേ. പല അനുഭവങ്ങളുണ്ട് എനിക്ക് കൊട്ടാരക്കരയിൽ നിന്ന്, പല അനുഭവങ്ങൾ. ഒരു ഡോക്ടറെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിന്. അതൊന്നും പറയുന്നില്ല, കൂടുതലൊന്നും ഞാനത് പറയുന്നില്ല. അപ്പം ഈ ചെറിയ എമൗണ്ടിലുള്ള സാധനം എന്ത് ചെയ്യും, അവനെ അടിച്ചേക്കാം. അവന് പൈസ വേണം. പൈസ ഒന്നാം മൂട്ടിക്കുന്നത് എവിടുന്ന് മൂട്ടിക്കും? വീട്ടിൽ നിന്ന് മൂട്ടിക്കും. രണ്ടാമത് എവിടുന്ന് മൂട്ടിക്കും? നാട്ടിൽ നിന്ന് മൂട്ടിക്കും. നാട്ടിൽ നിന്ന് മൂട്ടിക്കുമ്പോൾ അവൻ്റെ പേരെന്തുവാ? കള്ളൻ. അവൻ എന്ത് മൂട്ടിക്കുന്നേ? ഈ കൊച്ചു പയ്യന്മാർ എന്ത് മൂട്ടിക്കുന്നേ? ബൈക്കാണ് ഓടിക്കുന്നത്. ബൈക്ക് മോഷണമാണ് ബൈക്ക് ഓടിക്കുന്നത്. നിങ്ങൾ ഈ കോട്ടയം പോലീസ് സ്റ്റേഷൻ പരിധിയിലും മറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒട്ടുമിക്ക ബൈക്ക് മോഷണങ്ങൾ കഥകളുടെ പിന്നാമ്പുറം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ബേസ് ആയിട്ടുള്ളത് ഈ ലഹരി പദാർത്ഥങ്ങൾ വേണ്ടി വളരെ കൊച്ചു പിള്ളേർ നടത്തിയ പരിപാടികൾ. ഒരു പക്ഷേ അവന്മാരെ പോയി കോടതിയുടെ മുമ്പിൽ കൊണ്ടു നിർത്താൻ പറ്റില്ല, പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയുള്ള ഏജിൽ താഴെയായിട്ടുള്ള കുട്ടികളായിരുന്നു പല കേസിൻ്റെയും പിന്നാമ്പുറങ്ങളുള്ളത്. അങ്ങനെ അറസ്റ്റ് ചെയ്യാത്ത കുട്ടികളൊന്നുമില്ല. അവന് കൃത്യമായ നടപടി സ്വീകരിക്കാനുള്ള നടപടികളും നമ്മുടെ നിയമത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ മോട്ടിക്കും. രണ്ടാമത് മോട്ടിക്കും. അവൻ കള്ളനായി. വീണ്ടും അവന് വേണം, ഇത് വേണം. അത് പിന്നെന്തായിത്തീരും? അവന് പിന്നെയും വേണം. അവന് ഈസി ആയിട്ട് മിക്കവാറുള്ള മോഷണത്തിന് പോകാത്ത കുട്ടികൾ ചെയ്യുന്ന പണി എന്തറിയാവോ? ഒരു പ്രാവശ്യം ഉപയോഗിച്ച്, 2 പ്രാവശ്യം ഉപയോഗിച്ച്, 3ാമത്തെ പ്രാവശ്യം ഉപയോഗിച്ച് അവനത് വേണമെന്നാകുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും? ഇതിൻ്റെ ക്യാരിയറായിട്ട് പ്രവർത്തിക്കും. ഇത് ഇന്ന സ്ഥലത്തു നിന്ന് എടുത്തിട്ട് അവരറിയാം ഏത് സ്ഥലത്ത് ഇത് കിട്ടും. ആ സ്ഥലത്തു നിന്ന് അത് മേടിച്ചിട്ട് ഇവൻ മറ്റുള്ളവർക്ക് വിറ്റിട്ട് അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് ഉപയോഗിച്ചിട്ട് അതിൽ നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അങ്ങനെയാണ് ഒട്ടുമിക്ക കേസ്. നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്ന പത്രങ്ങൾ വായിക്കുമ്പം എല്ലാ MDMA പിടിക്കുന്ന കേസുകളുടെ പിന്നിലും ഒരു സ്ത്രീയുടെ മുഖം കാണാം. ഇല്ലയോ? ഉണ്ടോ? ഉണ്ട്. അപ്പം അതെങ്ങനെ ഈ സ്ത്രീകളിനകത്ത് വരുന്നത്? എങ്ങനെ വരുന്നത്? ആലോചിച്ചുണ്ടോ നിങ്ങൾ? അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ഫോട്ടോസിനകത്ത് എല്ലാം, നിങ്ങൾ ഈ MDMAയുടെ പ്രതികളെന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്ന പത്രങ്ങളിൽ കാണുന്ന ഫോട്ടോസിനകത്തല്ല ഒറ്റ ഒരുത്തരും എന്ത് ചെയ്യുക? തടിച്ച കൊഴുത്ത മുഖമുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തടിച്ച് കൊഴുത്ത ആരെങ്കിലും കണ്ടുണ്ടോ? ഇല്ലയോ? ചിന്തിച്ചെന്താ? എന്താണ്? എല്ലാം തന്നെ ചെള്ളയൊട്ടി കണ്ണും കുഴിഞ്ഞാന്ന് മുടിയും വെട്ടാതെ വൃത്തികെട്ട കോലങ്ങളാണല്ലയോ? വൃത്തിയില്ലാത്തവരാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണെന്ന്? അതാ അതിൻ്റെ പ്രത്യേകതയാണ്. ഇതിന് മണമില്ല, രുചിയില്ല, ഒരു വ്യത്യാസങ്ങളും അറിയാനില്ല. ഇതെന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കും. എന്ത് ചെയ്യുക? 7 ദിവസം വരെ ആഹാരം കഴിക്കുന്നില്ല ഇവന്മാർ. 7 ദിവസം വരെ ഉറക്കമില്ല ഇവന്മാർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വേറൊരു സാധനം ഉപയോഗിക്കും, കഞ്ചാവ്. മിക്കവാറും MDMA പിടിക്കുന്നവർക്കെല്ലാം ഉറക്കമില്ല, ഒറ്റ എഴുത്തിന് ഉറക്കമില്ല. പരസ്പര സംശയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പല MDMA ആൾക്കാരുടെയും വിവരങ്ങൾ ഇന്ന് കിട്ടിയ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഒരുത്തരും ഈ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ വെച്ച് ഞാൻ പല MDMA ഉപയോഗിക്കുന്നവരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ പറയുകയാണ്, ഒരുത്തരും ഉറക്കമില്ല. ഇവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമാണ്. അമ്മരെ ആരോ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള സംശയമാണ്. ആ സംശയത്തിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? അവൻ പല അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഒട്ടുമിക്ക അക്രമങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ക്രൂരമായ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നാമ്പുറം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ലഹരിയുടെ ഇതാണ് കാണുന്നത്.